കണ്ണൂർ നിയമസഭാ മണ്ഡലത്തിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി എം വി ജയരാജന്റെ പ്രചാരണത്തിന്റെ ആദ്യ ദിനം തുടങ്ങിയത് അമ്മയുടെയും അച്ഛന്റെയും അടുത്ത് നിന്ന്. തുടർന്ന് രക്തസാക്ഷികളുടെയും പാർട്ടി സഖാക്കളുടെയും വീടുകളിലേക്കായിരുന്നു യാത്ര. കണ്ണൂർ നിയമസഭാ മണ്ഡലത്തിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി എം വി ജയരാജന്റെ യാത്ര ഇവിടെ നിന്ന് തുടങ്ങുകയാണ്. വീട്ടിൽ കുമാരാലയത്തിൽ അച്ഛന്റെയും അമ്മയുടെയും അനുഗ്രഹം വാങ്ങാനായി അദ്ദേഹം ഇവിടെ എത്തിയിരിക്കുകയാണ്. എം വി ജയരാജൻ ചെല്ലുമ്പോൾ അച്ഛൻ സി കെ കുമാരൻ പത്രം വായിക്കുകയായിരുന്നു. പാർട്ടി കണ്ണൂരിൽ സ്ഥാനാർത്ഥിയാവാൻ നിർദ്ദേശിച്ച കാര്യം അറിയിച്ചു. വീട്ടുകാര്യങ്ങളും നാട്ടുകാര്യങ്ങളും പറഞ്ഞ് അല്പസമയം അമ്മ ദേവകിയോടും അച്ഛനോടുമൊപ്പം ഒരു കമ്മ്യൂണിസ്റ്റുകാരന്റെ രീതിയിൽ തന്നെയുള്ള അനുഗ്രഹം വാങ്ങൽ. കാലു തൊട്ട് വന്ദിക്കലോ ഒന്നും ഉണ്ടായില്ല. പിന്നെ വീട്ടിലേക്ക്. അതിനിടയിൽ കുറച്ച് രാഷ്ട്രീയം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഒരു ജനപക്ഷ രാഷ്ട്രീയമുണ്ട്, വികസന കാഴ്ചപ്പാടുണ്ട്. ഒപ്പം ഈ മണ്ഡലത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ UDF തെരഞ്ഞെടുക്കപ്പെട്ടതിനെ തുടർന്നുണ്ടായ വികസന മുരടിപ്പിന്റെ പ്രശ്നം ജനങ്ങളുടെ മുമ്പിൽ ഉയർത്തിക്കാട്ടും. ആ ഘടകങ്ങളെല്ലാം വെച്ച് പരിശോധിച്ചു കഴിഞ്ഞാൽ UDFന്റെ ഭാഗത്ത് നിന്നുള്ള ഏത് സ്ഥാനാർത്ഥിയായാലും അത് ജനങ്ങൾ മനസ്സിലാക്കും. വികസന തൽപരരായ ജനങ്ങൾ, പുരോഗമന രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കുന്ന ജനങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി വോട്ട് ചെയ്യുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. വീട്ടിലെത്തി പ്രഭാത ഭക്ഷണം തയ്യാറാകുന്നതുവരെ പത്രങ്ങളിലൂടെ ഓട്ടപ്രദക്ഷിണം. സ്ഥാനാർത്ഥിത്വത്തെക്കുറിച്ച് വന്ന വാർത്ത വായിച്ച് എം വി ജയരാജന്റെ മുഖത്ത് ഗൌരവം മാറാത്ത പുഞ്ചിരി. ഒരു കമ്മ്യൂണിസ്റ്റുകാരന് ഇതൊന്നും വലിയ കാര്യമല്ലെന്ന പ്രതികരണം. ഫോൺ വിളികൾക്ക് മറുപടി കൊടുക്കുന്നുണ്ടായിരുന്നു. ഇതിനിടയിൽ വീട്ടിലെത്തിയ സഹോദരിയുടെ കുട്ടിയോട് അമ്മാവന്റെ വാത്സല്യം. ചായ കുടിച്ചെന്നു വരുത്തി. ഭാര്യ ലീനയോടും മക്കളോട് യാത്ര പറഞ്ഞ് പുറത്തിറങ്ങി. ഒരു മാസം നീളുന്ന തിരഞ്ഞെടുപ്പ് പ്രചാരണ തിരക്കിലേക്ക്. അഭിലാഷ് നായർ, മനോരമ ന്യൂസ്, കണ്ണൂർ. ജയസാധ്യത നോക്കിയാണ് കണ്ണൂർ നിയമസഭാ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയെ നിർത്തിയതെന്ന് ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായ എം വി ജയരാജൻ. മണ്ഡലം പിടിച്ചെടുക്കാൻ കഴിയുമെന്നാണ് ഉറച്ച വിശ്വാസമെന്നും അദ്ദേഹം കണ്ണൂരിൽ മനോരമ ന്യൂസ് നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ പറഞ്ഞു. കണ്ണൂർ നിയമസഭാ മണ്ഡലത്തിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി എം വി ജയരാജൻ മണ്ഡലത്തിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ മനോരമ ന്യൂസുമായി പങ്കുവയ്ക്കുന്നു. ശ്രീ എം വി ജയരാജൻ, താങ്കളുടെ എന്തൊക്കെ ക്വാളിറ്റി കണ്ടിട്ടാണ് പാർട്ടി താങ്കളെ വീണ്ടും ഇവിടെ സ്ഥാനാർത്ഥിയായി താങ്കളുടെ ജീവിതത്തിൽ മൂന്നാമതായി താങ്കൾ നിയമസഭയിലേക്ക് മത്സരിക്കുകയാണ്. എന്തൊക്കെ പ്രതീക്ഷയാണ് പാർട്ടിക്ക് താങ്കളിലുള്ളത്? വ്യക്തികളുടെ കഴിവുകളേക്കാൾ പ്രധാനം രാഷ്ട്രീയ നയവും നിലപാടുമാണ്. ഞങ്ങളുടെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വ്യക്തികളല്ല പ്രധാനം, പാർട്ടിയും പാർട്ടി എടുക്കുന്ന നയവുമാണ്. തീർച്ചയായും 10 വർഷക്കാലത്തെ എടക്കാട് നിയമസഭാ മണ്ഡലത്തിലൊരു നിയമസാമാജികനായ എനിക്ക് അതിലൂടെ കിട്ടിയ ഒരു അനുഭവമുണ്ട്. വികസനത്തിൽ ജനങ്ങളുടെ പങ്കാളിത്തം, ജനങ്ങളുടെ കൂടെ നിന്നുകൊണ്ടാണ് ഇവിടുത്തെ വികസന പ്രവർത്തനങ്ങളിൽ സുപ്രധാനമായ സംഭാവന നൽകാൻ വേണ്ടിയിട്ട് എനിക്ക് കഴിഞ്ഞിട്ടുള്ളത്. ആ അനുഭവ സമ്പത്ത് കണ്ണൂരിൽ നിന്ന് ജനപ്രതിനിധിയായി മത്സരിക്കുന്ന സമയത്ത് എനിക്ക് കൈമുതലായിട്ടുണ്ട്. അത് ജനങ്ങളിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഊർജ്ജമാണ്. കുറച്ചു കാലങ്ങളായി കോൺഗ്രസിന്റെ കയ്യിലുള്ള UDFന്റെ കയ്യിലുള്ള മണ്ഡലമാണ് ഈ കണ്ണൂർ നിയമസഭാ മണ്ഡലം. ഇതെങ്ങനെ പിടിച്ചെടുക്കാൻ കഴിയുമെന്നാണ് താങ്കൾ പ്രതീക്ഷിക്കുന്നത്? ഇത്തവണ ദേശീയ സംസ്ഥാന രാഷ്ട്രീയത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായ ഒരു സാഹചര്യമുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിന്ന് വ്യത്യസ്തമാണ് സാഹചര്യം. ആ സാഹചര്യം തീർച്ചയായും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമാണ്. അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉയർത്തിപ്പിടിക്കുന്നത് ജനകീയ പ്രശ്നങ്ങളാണ്. ഒപ്പം കഴിഞ്ഞ 40 മാസത്തെ LDF ഗവൺമെന്റിന്റെ ഭരണ നേട്ടങ്ങളുണ്ട്. ശക്തമായ മത്സരം മണ്ഡലത്തിൽ വോട്ടർമാർക്കും മണ്ഡലത്തിന് പുറത്തുള്ളവർക്കും പ്രതീക്ഷിക്കാമോ? തീർച്ചയായും ശക്തമായിട്ടുള്ള ഒരു മത്സരം തന്നെയായിരിക്കും. അതിൽ മനോരമ വിഷൻ ഉൾപ്പെടെയുള്ള മാധ്യമ സുഹൃത്തുക്കളുടെ ഒരു നല്ല പിന്തുണയും എനിക്കുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം കണ്ണൂരിലെ മാധ്യമ സുഹൃത്തുക്കളെല്ലാം മിക്കവാറും രാഷ്ട്രീയത്തിന് അതീതമായിട്ടുള്ള ഒരു സുഹൃത്ത് ബന്ധത്തിൽ മുന്നോട്ട് പോകാൻ പലപ്പോഴും കഴിഞ്ഞിട്ടുള്ള ഒരാളെന്നുള്ള നിലക്ക് അത് കഴിയുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എല്ലാ ആശംസകളും.